ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട സ്ഥിതി വന്നത്. 9 വയസ്സുള്ള ഈ കുട്ടിയുടെ കൈ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പഴുത്ത് മോശമായി കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിലേക്ക് പോവുകയും ആ ചികിത്സ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയും അമ്മയും നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്നാണ് ചികിത്സ കഴിഞ്ഞോ? ചികിത്സ പറഞ്ഞ് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ കൃത്രിമ കൈ വെക്കുന്ന അവിടെ ഒന്ന് കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ അളവ് ഒക്കെ എടുത്തിട്ടാണ് പിന്നെ നമുക്ക് 4 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ കൈ വെക്കണതിന്റെ ഒക്കെ പറയണെന്ന് പറഞ്ഞവര്. സർക്കാരിന്റെ ഒരു ധനസഹായം ലഭിച്ചിട്ടുണ്ടോ? 2 ലക്ഷം രൂപ നമുക്ക് പാസ്സായിട്ടുണ്ട്. ഇപ്പോ നിലവിലിപ്പോ 2 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. പര്യാപ്തം പറഞ്ഞാൽ നമുക്ക് ഇപ്പോ എന്താണ് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ചെലവിന് നടക്കാൻ മാത്രം അതും മതിയാവൂ. പിന്നെ നമുക്ക് ഇനി വേണം കൂടുതലായിട്ട് നമ്മൾ ചോദിക്കണം. കാരണം എന്താണ് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവല്ലല്ലോ, ഗവൺമെന്റ് ആശുപത്രിന്റെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവാണ്. അത് കാരണം കൊണ്ട് നമുക്ക് ഇതൊന്നും പോരാ. അപ്പൊ നമുക്ക് ഇതൊന്നും കൂട്ടി തരുന്ന പറയുന്നത്. കാരണം പോയ കൈ നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടില്ല. നമ്മള് അതന്നെ അതിനുള്ള ചെലവിന് നമുക്ക് തരണം. കാരണം പറഞ്ഞ ഇനിയാണ് നമുക്ക് ചെലവ്. ഇനി കൈയിന്റെ ഇത് നോക്കണം, നമുക്ക് ഇനി അവിടെ ഇരിക്കാനുള്ള ഇതൊക്കെ നോക്കും വേണം. ഇരിക്കണല്ലോ ഇനി ഇത് നമ്മൾ ഈ 1 മാസം പോയിട്ട് ഇരിക്കുമ്പോ തന്നെ പൈസ ചെലവാണ്. ഇനി ഇവളുടെ കൈയിന്റെ കാര്യം നോക്കുമ്പോഴും അതിനും ഒരു ചെലവുണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ അതിന്റെയൊക്കെ നമുക്ക് ഒന്ന് ഗവൺമെന്റിനെ ഏറ്റെടുക്കണം. സ്കൂളിൽ പോണ്ടേ? കൃത്രിമ കൈവയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ അത് സംബന്ധിച്ച ചെലവ് എത്ര വരും? അതിനെ കുറിച്ചൊരു ധാരണയായിട്ടുണ്ടോ? അത് നമുക്കറിയില്ല. നമുക്ക് ഇനി അത് പോയാലേ നമുക്ക് ഇനി അത് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. നമുക്ക് അതിന്റെ പൈസന്റെ കാര്യം നമുക്കറിയില്ല. നമ്മൾ ഇവളുടെ കൈ മുറിച്ച സമയത്ത് തന്നെ നമ്മൾ പോയി അവിടെ പോയി ഡോക്ടർമാർ പോയി അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മളോട് പറഞ്ഞ് അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് പോയി. ഇനി നമുക്ക് ഈ 14 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോകുമ്പോൾ അങ്ങോട്ട് ഒന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് ഇനി വരണം. ഈ കുടുംബത്തിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ്. ആ കുട്ടിക്ക് കൃത്രിമ കൈവയ്ക്കണമെങ്കിൽ അതിന് ഭീമമായൊരു തുക ഒരുപക്ഷെ ആവശ്യമായി വരും. അതിനുള്ള സഹായം കൂടി സർക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നിലവിൽ 2 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. അത് നിലവിലുള്ള ചികിത്സയ്ക്കും അതിന്റെ ചിലവുകൾക്കൊക്കെ അത് തികഞ്ഞു. പക്ഷേ ഭാവിയിലെ ചികിത്സയ്ക്കും കുട്ടിയുടെ പഠനം അടക്കമുള്ള കാര്യങ്ങളിലും ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. പ്രഭുവിനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.